വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് PYQs ഉപയോഗിച്ച് റാങ്ക് നേടാമെന്നുള്ള 25/1/2025 നടന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 31 തൊട്ട് 40 വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ എക്സ്പ്ലനേഷൻ ആണ്. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം, കമന്റ് ചെയ്യാം. ഉള്ള അഭിപ്രായങ്ങൾ ധൈര്യമായിട്ട് തുറന്നു പറയാം കേട്ടോ. അപ്പൊ താങ്ക് യു. അപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം. 31. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ ചൂഷണത്തിനെതിരെയുള്ള അവകാശം, ബി സ്വകാര്യ സ്വത്തിനുള്ള അവകാശം, സി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഡി സ്വാതന്ത്ര്യത്തിനായുള്ള അവകാശം. ആൻസർ ബി സ്വകാര്യ സ്വത്തിനുള്ള അവകാശം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ പെടാത്തത് സ്വകാര്യ സ്വത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളിൽ പെടുന്നതല്ല. ഒരു പൗരന്റെ അടിസ്ഥാനപരമായ അവകാശമാണ് മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യം അമേരിക്ക. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം 3. ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം 7. നിലവിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം 6. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി 1978 44 ഭേദഗതി. നിലവിൽ സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? ഓപ്ഷൻ എ സോവിയറ്റ് യൂണിയൻ, ഓപ്ഷൻ ബി അമേരിക്ക, ഓപ്ഷൻ സി ഓസ്ട്രേലിയ, ഓപ്ഷൻ ഡി ഇംഗ്ലണ്ട്. ആൻസർ എ സോവിയറ്റ് യൂണിയൻ. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് സോവിയറ്റ് യൂണിയന്റെ ഭരണഘടനയിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ആശയങ്ങൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നൊക്കെയാണെന്നുള്ളതാണ് ഇതിൽ ഞാൻ പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന വിവിധ രാജ്യങ്ങളിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ: ബ്രിട്ടനിൽ നിന്ന് ഏക പൗരത്വം, പാർലമെന്ററി ഭരണ സമ്പ്രദായം, നിയമവാഴ്ച, സ്പീക്കറുടെ സ്ഥാനവും അവരുടെ പങ്കും, നിയമനിർമ്മാണ നടപടിക്രമം, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. അമേരിക്ക ലിഖിത ഭരണഘടന ആമുഖം, മൗലികാവകാശങ്ങൾ, നീതിന്യായ പുനഃപരിശോധനാധികാരം, നീതിന്യായ വിഭാഗത്തിന്റെ സ്വാതന്ത്ര്യം. കാനഡ അർദ്ധ ഫെഡറൽ ഗവൺമെന്റ്, അവശിഷ്ട അധികാരങ്ങൾ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും. ഓസ്ട്രേലിയയിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റും പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം. ഫ്രാൻസ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, റിപ്പബ്ലിക്. അയർലൻഡ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ദക്ഷിണാഫ്രിക്ക ഭരണഘടനാ ഭേദഗതി. റഷ്യ സാമ്പത്തിക നീതി, സാമൂഹിക നീതി, രാഷ്ട്രീയ നീതി. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത്? 1. ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1911 കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് മാലിനി ചൗധരിയാണ്. നോബൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. താഴെ പറയുന്ന എല്ലാ പ്രസ്താവനയും ശരിയല്ലേ? ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡാണ്. ജനഗണമന ആദ്യമായി ആലപിച്ച INC സമ്മേളനം 1911 കൽക്കത്ത സമ്മേളനം. ആലപിച്ചയാള് സർല ചൗധരി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ 1911 കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് സരള ചൗധരി. ഇന്ത്യൻ ദേശീയ ഗാനമായ ജനഗണമനയുടെ കർത്താവ് രവീന്ദ്രനാഥ ടാഗോർ. ജനഗണമനയ്ക്ക് സംഗീതം നൽകിയ വ്യക്തി റാം സിംഗ് താക്കൂർ. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നതാര്? ഓപ്ഷൻ എ രാഷ്ട്രപതി, ബി പ്രധാനമന്ത്രി, സി ചീഫ് ജസ്റ്റിസ്, ഡി ഉപരാഷ്ട്രപതി. ആൻസർ ഓപ്ഷൻ എ രാഷ്ട്രപതി. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതി.
കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം CIC ഭവൻ, ഡൽഹി. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷനായ ആദ്യ വ്യക്തി വജാഹത്ത് ഹബീബുള്ള. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷനിൽ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10ൽ കവിയാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങിയിരിക്കേണ്ടതാണ്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും നിയമിക്കാൻ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ: പ്രധാനമന്ത്രി അധ്യക്ഷൻ, ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി. വിവരാവകാശ നിയമം തദ്ദേശീയമായി പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്, 1997. 2005 വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ അപേക്ഷ നൽകിയത് ഷാഹിസ് റസാബാർണി. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? 1. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നവയോ ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഓപ്ഷൻ എ 1 മാത്രം, ബി 1ഉം 2ഉം മാത്രം, സി 1ഉം 3ഉം മാത്രം, ഡി ഇവയല്ല. ആൻസർ 1 മാത്രം. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നുള്ളത് മാത്രമാണ് ശരിയായ പ്രസ്താവന. ബാക്കി രണ്ടും തെറ്റായ പ്രസ്താവനയാണ്. 1993 സെപ്റ്റംബർ 28 നിലവിൽ വന്ന മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസ് പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ഒരു ചെയർപേഴ്സണും 5 സ്ഥിര അംഗങ്ങളും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും മറ്റ് അംഗങ്ങളുടെയും കാലാവധി 3 വർഷം 70 വയസ്സ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യ ചെയർമാൻ രംഗനാഥ് മിശ്ര. മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ: പ്രധാനമന്ത്രി അധ്യക്ഷൻ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോക്സഭാ സ്പീക്കർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഉപാധ്യക്ഷൻ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്. മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ: സ്വന്തമായി മുൻകൈ എടുത്തതോ അല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനത്തിനിരയായ വ്യക്തിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുക, ജയിലുകൾ സന്ദർശിച്ച് തടവുകാരുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുക, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഗവേഷണം നടത്തുകയും അത്തരം കാര്യങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. എ. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. ബി. ജീവന്റെ വ്യക്തി സ്വാതന്ത്ര്യവും സംരക്ഷണവും. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഡി. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും. ബി. വകുപ്പ് 21, വകുപ്പ് 21A(2), വകുപ്പ് 32, 4, വകുപ്പ് 17. എ. തൊട്ടുകൂടായ്മ നിലനിർത്താൻ 4 വകുപ്പ് 17. ബി. 1 ജീവന്റെയും വ്യക്തിസ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം വകുപ്പ് 21. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വകുപ്പ് 21A. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും താക്കോലും വകുപ്പ് 32. ആർട്ടിക്കിൾ 13 നീതിന്യായ പുനഃപരിശോധന, ജുഡീഷ്യൽ റിവ്യൂ. 14 നിയമത്തിന് മുന്നിൽ സമത്വം. 15 വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം. 16 അവസര സമത്വം. 24 ബാലവേല നിരോധനം. 37 നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല. 39A തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും. 40 പഞ്ചായത്തുകളുടെ രൂപീകരണം. 43 കൂടിൽ വ്യവസായങ്ങൾക്ക് പ്രോത്സാഹനം. 44 ഏകീകൃത സിവിൽ നിയമം. 45 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും. 51 അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ എ VP മേനോൻ, ബി ഫസൽ അലി, സി സർദാർ വല്ലഭായ് പട്ടേൽ, ഡി ഇവരാരുമല്ല. ആൻസർ ഓപ്ഷൻ ബി
ഫസൽ അലി. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം. നാഗ്പൂർ. തെലുങ്ക് സംസാരിക്കുന്നവർക്ക് യാത്ര സംസ്ഥാന രൂപീകരിക്കുക എന്നാവശ്യമായി നിരാഹാര സമരം തുടങ്ങിയ സ്വതന്ത്ര സമര സേനാനി പോറ്റി ശ്രീരാമുലു. ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ച വർഷം 1953. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ സംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷൻ സംസ്ഥാന സംഘടനാ കമ്മീഷൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ഫസൽ അലി. കമ്മീഷനിലെ മറ്റംഗങ്ങൾ എച്ച് എൻ കുൻസ്രുവും കെ എം പണിക്കർ മലയാളിയാണ്. പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിരുന്നവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ്, ബി മാൻഡമസ്, സി കോ വാറന്റോ, ഡി സെർഷറി. ആൻസർ ഓപ്ഷൻ ബി മാൻഡമസ്. പൊതുസ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെടുത്തിയവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. മൗലികാവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ അവയുടെ സംരക്ഷണത്തിന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ട്. സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 32. ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 226. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന റിട്ടുകളുടെ എണ്ണം 5. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, കോവാറന്റോ. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ കോടതിക്ക് മുൻപാകെ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. ഒരു ഉദ്യോഗസ്ഥൻ തന്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായി കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ്ക്കോടതിയിൽ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള മേൽക്കോടതിയുടെ ഉത്തരവാണ് പ്രൊഹിബിഷൻ. ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നതായി കോടതി കണ്ടെത്തുകയാണെങ്കിൽ അദ്ദേഹത്തിനെ അതിൽ നിന്ന് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് കോ വാറന്റോ. ഒരു കീഴ്ക്കോടതിയിലെയോ മറ്റധികാരത്തിന്റെയോ മുൻപാകെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസ് മേൽക്കോടതിയിലേക്ക് അല്ലെങ്കിൽ ഉന്നതാധികാര സ്ഥലത്തേക്ക് കൈമാറ്റം ചെയ്യുന്ന ഉത്തരവാണ് സെർഷ്യോറ്റി. അടുത്ത ക്വസ്റ്റ്യൻ 40. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാരും? എ രവീന്ദ്രനാഥ ടാഗോർ, ബി സത്യനാഥ ടാഗോർ, സി ബങ്കിം ചന്ദ്ര ചാറ്റർജി, ഡി ഇവരാരുമല്ല. ആൻസർ ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേമാതരം. വന്ദേമാതരം രചിച്ചത് ബങ്കിം ചാറ്റർജി. വന്ദേമാതരത്തിന് സംഗീതം നൽകിയത് ജഗ്ദുനാഥ് ഭട്ടാചാര്യ. വന്ദേമാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1986 കൊൽക്കത്ത സമ്മേളനം. ഏത് കൃതിയിൽ നിന്നാണ് വന്ദേമാതരം എടുത്തിട്ടുള്ളത്? ആനന്ദമഠം. വന്ദേമാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് അരബിന്ദ് ഘോഷ്. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 21, ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 21, ഓപ്ഷൻ സി 22, ഓപ്ഷൻ ഡി 15. ആൻസർ ഓപ്ഷൻ സി 22. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷ എണ്ണം 22. ഭാഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 17. ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ പട്ടിക 8. ഭരണഘടന അംഗീകരിച്ച ഭാഷകളുടെ എണ്ണം 22. ഔദ്യോഗിക ഭാഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളുകൾ ആർട്ടിക്കിൾ 343 മുതൽ 351 വരെ. ഇന്ത്യയെ ക്ലാസിക്കൽ പദവി നേടിയ ഭാഷകളുടെ എണ്ണം 11. 2024 ഒക്ടോബറിൽ 3 ഇന്ത്യൻ സർക്കാർ 5 പുതിയ ക്ലാസിക്കൽ ഭാഷകൾക്ക് അംഗീകാരം നൽകി. മറാത്തി, പാലി, പ്രാകൃത്, ആസാമീസ്, ബംഗാളി.